ഏതാണ്ട് 3000-ൽ പരം വർഷത്തെ പഴക്കമുള്ള കോടിയേരി ശ്രീ തൃക്കൈക്കൽ ശിവക്ഷേത്രത്തിൽ ഈ വർഷം ഓണാഘോഷം സമുചിതമായി ആഘോഷിച്ചു. കാലത്ത് പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ ഏകദശ രുദ്രാക്ഷാഭിഷേകത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ചെറുനാരങ്ങ നീരഭിഷേകം നടക്കുകയുണ്ടായി. മാതൃസമിതിയും ക്ഷേത്രധാരണ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ പൂക്കളം ഭക്തജന ശ്രദ്ധയെ പിടിച്ചുപറ്റി. ദേശവാസികൾ നടത്തിയ തിരുവാതിരക്കളിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഓം നമഃ ശിവായ. കേരളം ആകെ നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓണവേളയിൽ തൃക്കൈക്കൽ അമ്പലത്തിലെ ഓണാഘോഷം രാവിലെ മഹാഗണപതി ഹോമത്തോട് തുടങ്ങി അഭിഷേകം, ജലധാര, ശ്രീ രുദ്രാഭിഷേകം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആദ്യമായി ഒരു ഓണാശംസ ഭഗവാന്റെ പേരിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തൃക്കൈക്കൽ ശിവക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ എനിക്കും അറിയാം. ഇവിടുത്തെ പ്രധാന വഴിപാടായ ജലധാര, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, അതോടൊപ്പം തന്നെ രുദ്രാഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അമ്പലത്തിലെ മഹാദേവന്റെ അനുഗ്രഹാശികൾ വാങ്ങി ജീവിതം ധന്യമാക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ നേരുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തൃക്കൈക്കൽ ശിവക്ഷേത്രം ഈ വർഷം ഓണാഘോഷം വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ളതായ തൃക്കൈക്കൽ എന്ന വീട്ടിൽ പണ്ടുകാലത്ത് നാടുവാഴികളുടെ കൈവശമായിരുന്നു ഈ ക്ഷേത്രം. ഒരു മുഖത്തായ സമ്പ്രദായ പ്രകാരം അത് പുറമേരി കോവിലകത്തേക്ക് എത്തിച്ചേർന്നു. അവിടുന്ന് പിന്നീട് പുറമേരി കോവിലകത്തിന്റെ രാജയുടെ ഏറ്റവും ഇളയ മകളായ കാർത്യാനി കെട്ടിലമ്മക്ക് കിട്ടി. കെട്ടിലമ്മയുടെ കയ്യിൽ മായിപ്പാടി രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ഭർത്താവ്. അപ്പൊ അങ്ങനെ മായിപ്പാടി കോവിലകത്തിന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് കാർത്യാനി കെട്ടിലമ്മയിൽ നിന്നും 1972 നമ്മൾ ക്ഷേത്രം ഏറ്റുവാങ്ങിച്ചത്. നാട്ടുകാരാൽ രൂപീകൃതമായ ഒരു കമ്മിറ്റി. അതിൽ പിന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ധ്വജപ്രതിഷ്ഠയും അതുമനുബന്ധിച്ചുള്ള ഉത്സവവും നടന്നു കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ മനമുരുകി ദേവനോട് പറയുന്നത് അത് പൂർണ്ണമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായതാണ്. അത് പൂർണ്ണമായും ഭഗവാൻ സാധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. ക്ഷേത്രോദ്ധാരണ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ നമ്മൾ ഓരോ വർഷവും ഒരു ടാർഗറ്റ് ഇട്ട് ഇന്നേ കാര്യം ഭഗവാനെ നമുക്ക് ഈ വർഷം സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു കാര്യത്തിനും ഭഗവാൻ മുടക്കം വരുത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ എന്താണോ ആത്മാർത്ഥമായി മനമുരുകി ദേവനോട് പറയുന്നത് അത് ഭഗവാൻ അച്ചിട്ട പോലെ നമുക്ക് പൂർണ്ണമായും നടത്തി തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവിടെ നടന്ന ഈ നവീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ തന്നെ. ഇപ്പൊ അടുത്ത കാലത്തായിട്ടുള്ളൊരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ച ഒരു ക്യാൻസർ ബാധിച്ചൊരു വ്യക്തിയായിരുന്നു. ദേവനോട് പ്രാർത്ഥിച്ച് അദ്ദേഹം പോയി അല്പകാലത്തിനുള്ളിൽ തന്നെ ചികിത്സയെടുത്തു. അത് പൂർണ്ണമായും മാറി വന്നു. ഈ സ്വദേശിയല്ല, ആള് തിരുവനന്തപുരത്തിനടുത്തുള്ളൊരു സ്വദേശിയാണ്. ഇവിടെ മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും മാറിയതിന്റെ പേരിൽ ക്ഷേത്രത്തിലേക്ക് ഒരു പശുക്കുട്ടിയെ നടയിരുത്തുകയുണ്ടായി. ക്ഷേത്രം അതിനെ വളരെ നല്ല നിലയിൽ, സാധാരണഗതിയിൽ നമ്മൾ അതിനെ മറ്റു തരത്തിൽ ഡിസ്പോസ് ചെയ്യുക ചെയ്യാറ്, നമ്മൾ ക്ഷേത്രത്തിൽ വന്നു ചേർന്നൊരു ഐശ്വര്യമാണ് എന്നുള്ള നിലക്ക് തന്നെ അതിനെ ആലയുണ്ടാക്കി, തൊഴുത്തുണ്ടാക്കി പശുവിനെ ഇന്ന് ഞങ്ങൾ പരിപാലിച്ചു വരുന്നുണ്ട്. വളരെ നല്ല നിലയിൽ നമ്മുടെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഓമനയായി ആ പശു വളർന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഏതൊരു കാര്യം നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് ഭഗവാൻ പൂർണ്ണമായി നടത്തി തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മാസവും 5-ാം തീയതി നടന്നു വരുന്ന മഹത്തായ കർമ്മമാണ് ഉദയാസ്തമന പൂജ. ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ തന്ത്രം തരണനല്ലൂർ മനയിക്കലാണ്. തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് നമ്മുടെ
ക്ഷേത്രം തന്ത്രി. പിന്നെ ശാന്തിവൃത്തി നടത്തുന്നത് മേച്ചിറ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഇതിനകത്ത് തന്നെ കവറേജ് കഴിഞ്ഞു. അപ്പോ ഈ 5-ാം തീയതി നടത്തുന്നതായ ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചൈതന്യ വർധനവിന് ഇത്രയും ഉത്തമമായ ഒരു കർമ്മം വേറെ ഉണ്ടാവുകയില്ല. അത് വളരെ ഭംഗിയായി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിലെത്രത്തോളം ജനപങ്കാളിത്തം കൂടുന്നുവോ അത്രത്തോളം ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിനും അത് ഐശ്വര്യപ്രദമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നമ്മളിവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുണ്ട്. മൃത്യുഞ്ജയ ഹോമം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ചെയ്യുന്ന ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മൃത്യുഞ്ജയ ഹോമത്തിന് എന്തൊക്കെ ദ്രവ്യങ്ങൾ എത്ര ഒരു ഹോമിക്കണമോ അഗ്നിയിൽ അത് പൂർണ്ണമായും ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കർമ്മം നടത്തിക്കുന്നത്. മൃത്യുഞ്ജയം ആരുടെ പേരിലാണോ ചെയ്യുന്നത് അദ്ദേഹം നടത്തുന്ന വേദിയിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിനും കൂടി ഇതിൽ പങ്കാളികളായിക്കൊണ്ടാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കുന്നത്. അത്രയും വളരെ എന്താ പറയണ്ടേ ഗുണപ്രദമാണ്. ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തുമ്പോൾ അതിന് ഫലപ്രാപ്തി എന്താണോ അത് പൂർണ്ണമായും ലഭിക്കത്തക്ക രീതിയിൽ അതിന്റെ കർമ്മം നടത്തുന്നു. ബാക്കിയെല്ലാം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയാ. അത് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പിന്നെ തിരുവാതിര, എത്രയോ വർഷമായി തിരുവാതിര വളരെ നല്ല നിലയിൽ നമ്മള് കാലത്ത് 6 മണിയോടുകൂടി അഖണ്ഡനാമ ജപം ആരംഭിക്കും. അഖണ്ഡനാമ ജപം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അപാലവൃദ്ധം ജനങ്ങളും വിശിഷ്യ മാതൃസമിതിയുടെ ആൾക്കാരും മറ്റ് ഭക്തജനങ്ങളും അതിനകത്ത് വളരെയധികം പങ്കുചേരുന്നുണ്ട്. സന്ധ്യാനേരത്ത് അഖണ്ഡനാമജപം സമാപിക്കും. അന്ന് ഉച്ചക്ക് ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനം ഉണ്ടായിരിക്കും. അങ്ങനെ തിരുവാതിരയും വളരെ നല്ല നടന്നു വരുന്നു. അന്നത്തെ ദിവസം ശ്രീരുദ്രധാര ഉണ്ടാകും. ഇതിലൊക്കെ ഭക്തജനങ്ങൾ എത്രത്തോളം പങ്കെടുക്കുന്നുവോ മനമൊഴുകി പ്രാർത്ഥിക്കുന്നുവോ അതിന്റെ റിസൾട്ട് ഇന്നാൾ വരെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ഇനിയും അങ്ങോട്ട് ഭഗവാൻ എല്ലാ നിലക്കും നന്നായി കൊണ്ടുപോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്തിൽ പറയുകയാണ്. ഏതായാലും മറ്റ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. 2028 12 വർഷം കൂടുമ്പോഴാണല്ലോ ഒരു ക്ഷേത്രത്തിന്റെ നവീകരണ കലശം നടത്താം. അപ്പൊ ഇനി അടുത്ത് വരേണ്ടത് 2027 പക്ഷെ അതിനു മുന്നേ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനം നമുക്ക് ഇവിടെ നടത്താനുണ്ട്. കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം അതിഭാരിച്ചതാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഭക്തജനങ്ങൾ ഇന്ന് വരെ എന്ത് കാര്യം പറഞ്ഞാലും അതിന് കൂടെ നിന്ന് നമ്മോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നടക്കുന്നതായി തിരുമുറ്റം 3 ഭാഗവും നമുക്ക് ഇന്റർലോക്ക് ചെയ്യേണ്ട പ്രവൃത്തിയുണ്ട്. ഒരു ഓഫീസ് കോംപ്ലക്സ് മുന്നിലെടുക്കുന്നുണ്ട്. പിന്നെ ഉത്സവാദി സമയങ്ങളിൽ വരുന്ന പൂജാ കർമ്മങ്ങൾക്ക് വരുന്നതായ കർമ്മികൾക്കും മറ്റ് ക്ഷേത്ര കഴകക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ താമസിക്കാനായിട്ടുള്ള സൗകര്യം വളരെ കുറവാണ്. അതിന് തന്നെ നമ്മൾ ഊട്ടുപുരയുണ്ട്. ഊട്ടുപുരയുടെ മേൽഭാഗത്ത് അതിനു വേണ്ടുന്നതായ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നിൽ ഇനിയും ബാക്കിയുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ക്ഷേത്ര കമ്മിറ്റി നാഥനായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും ഇതുവരെ നടത്തിയ പോലെ ഭഗവാൻ ആക്കിത്തരുമെന്നുണ്ട്. പക്ഷെ ഭക്തജനങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. അത് ഇതുവരെ ഉണ്ടായിട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവുന്നതായ ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. പിന്നെയുള്ള കാര്യം ക്ഷേത്ര ചെറയുടെ കാര്യമാണ്. ചെറ ഇന്നുള്ളത് 4 ഭാഗത്തുനിന്ന് നമുക്ക് ഇറങ്ങി സ്റ്റെപ്പായിട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയായതിനാൽ അതിന്റെ ഉപയോഗം വളരെ കുറവാണ്. അത് ഏതായാലും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സ്ഥലം MLA-യും നിയമ സ്പീക്കറുമായ ശ്രീ N. തംസീർ അവകളും നമ്മളെ വാർഡ് കൗൺസിലറും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു 84 ലക്ഷം രൂപയോളം അതിന് എസ്റ്റിമേറ്റ് പാസ്സാക്കി കഴിഞ്ഞു. ഫണ്ട് അലോട്ട്മെന്റും കിട്ടിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള കരാറും ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇരട്ടിക്കടുത്തുള്ളതായ ഒരു ദേവസ്വം എന്ന് പറയുന്ന കരാറെടുത്തത്. അതിന്റെ പ്രവർത്തനം ഈ വരുന്ന ഓണനാൾക്കുള്ളിൽ ചെറ വളരെ നല്ല നിലയിൽ കെട്ടിപ്പടുത്ത 2 ഭാഗത്തുനിന്ന് മുഴുവനായി പടവുകൾ താഴോട്ട് കെട്ടിപ്പടുത്ത ഒരു അവസ്ഥയിൽ നമുക്ക് ചെറയും കാണാനാകും എന്നുള്ളതായ സന്തോഷ വാർത്ത കൂടി ഞാൻ ഭക്തജനങ്ങളെ അറിയിക്കുകയാണ്. ധനസമാഹരണത്തിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഐറ്റത്തിനും നമുക്ക് എന്തുണ്ട് പ്രത്യേകിച്ച് ചെലവുകളുണ്ട്. അത് നമ്മളായിട്ട് ഭക്തജനങ്ങളെ സമീപിക്കുന്നതാണ്. ആ സമയത്ത് എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുമെന്ന് പ്രത്യേകം ഇരിക്കുന്നു. ഭഗവാൻ പരമശിവനാണെങ്കിലും ഉപദേവതമാരായിട്ട് 3 ദേവന്മാരാണുള്ളത്. ഒന്ന് ഗണപതി, പിന്നെ ദേവി, മറ്റൊന്ന് ശാസ്താവ്, മനഃശാസ്താവ്. ഈ 3
ശരിക്കും ക്ഷേത്രത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് തന്നെ 995 ഡിസംബറോടുകൂടി ആദ്യം മുഖ്യദേവൻ മാത്രമേ, പരമശിവൻ മാത്രമേ ഉണ്ടായിരുന്നു. ഈ 3 ഉപദേവതമാരെ പ്രതിഷ്ഠിച്ച്, അത് തന്ത്രിയുടേതായ പാർട്ട് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ലളിതമായ രീതിയിൽ ഉപദേവതാലയങ്ങളുടെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അതിനുശേഷമാണ് നമുക്ക് ശരിക്കും ഇതിനുള്ള ഒരു അന്നദാനം തുടങ്ങി. അതിനുശേഷമാണ് അമ്പലത്തിന്റെ ഒരു പുരോഗതി എന്ന് പറഞ്ഞ് ശരിക്ക് അടിവെച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. ഏതായാലും ഈ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ഭഗവത് സഹായവും ഭക്തജന സഹായവും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന കാലങ്ങളിലും അതൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ പ്രത്യേകം നേർന്നുകൊണ്ട് എന്റെ വാക്ക് വെച്ചിരിക്കുന്നു. ഓം നമഃ ശിവായ, 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 ഓം